അപ്പൊ എവിടെയുള്ളതെന്ന് ഒരു ചെസ് ടൂർണമെന്റ് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. ഹലോ, ജ്യേഷ്ഠാനുജന്മാരായ രണ്ടുപേർ. അതിൽ ജ്യേഷ്ഠൻ അനുജനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക് അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധർ വിവാദം ആക്കിയിരിക്കുന്നത്. യുഗയുഗാന്തരങ്ങളായി സഹോദരങ്ങളും ചക്കരയും അടയും പോലുള്ള സുഹൃത്തുക്കളും എല്ലാം ഉപയോഗിക്കുന്നതാണ് ഈ സാധാരണ വാക്ക്. തമിഴിൽ നിന്ന് വന്നതാണ് എന്ന് പറയപ്പെടുന്ന ഈ വാക്ക് ഇത്രയും വലിയ വിവാദമാക്കിയതിന് പിന്നിൽ കോൺഗ്രസ് വിരുദ്ധത തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. വെൽക്കം ടു ജംഗിൾ വൈൻസ്. നമുക്കിന്ന് ആ വാക്കിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് ഇത് വിവാദമായതെന്നും ആരാണിത് വിവാദമാക്കിയതെന്നും ഒന്ന് നോക്കാം. അപ്പോ തങ്ങളെ കാത്തിരിക്കുന്ന പത്രക്കാർക്ക് വേണ്ടി അവരെ ഇത്രയും മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തുള്ള വിഷമത്തിൽ പറഞ്ഞൊരു വാക്കാണ് ആ പത്രക്കാർ തന്നെ വിവാദമാക്കിയിരിക്കുന്നത്. ചുമ്മാതല്ല ഇവരെ മാപ്രകളെന്ന് വിളിക്കുന്നത്. ഈ സംഭവം വിവാദമാക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെക്കാളും, അതായത് എതിർപക്ഷക്കാരെക്കാളും കൂടുതൽ ആവേശം ഈ പത്രക്കാർക്കാണ്. അത് ഈ വാർത്തകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സത്യത്തിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? സത്യത്തിൽ എന്താണ് KPCC പ്രസിഡന്റ് ഉദ്ദേശിച്ചത്? ഒന്നുമല്ല, വരേണ്ട സമയത്തിന് വരാതെ ഈ പത്രക്കാരെ മണിക്കൂറുകളോളം വെഴുത്തിയച്ചതിലുള്ള വിഷമം മാത്രമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത്. അതിനെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കണോ നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ അദ്ദേഹം സംസാരിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇവിടെ മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി എന്നൊരു കുറ്റം മാത്രമല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ? അതൊരു ചെറിയ തെറ്റല്ലേ? ഒന്ന് മാപ്പ് കൊടുത്തുകൂടെ? നിങ്ങൾ ഉപയോഗിക്കാറില്ല ഈ വാക്ക്? നിങ്ങളല്ല, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഈ വാക്ക്. പിന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്നു. യങ് ജെൻ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഇസഡ് അതിനെ തുറന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിനിടെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ഹൈക്കമാൻഡിനോട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തന്നെ KPCC പ്രസിഡന്റ് വിളിച്ചു എന്നാണ് അദ്ദേഹം. ഹൈക്കമാൻഡിനോട് കംപ്ലൈന്റ് ചെയ്തു എന്നാണ് ന്യൂസ് റിപ്പോർട്ട്സ് പറയുന്നത്. ഇവിടെ ഹൈക്കമാൻഡിന്റെ കാര്യം തന്നെ കഷ്ടത്തിലാണ്. റായ്ബറേലിയിൽ നിന്ന് ജയിക്കുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ടാണോ, അതോ ഇനിയൊരു മത്സരത്തിന് പാങ്ങില്ലാഞ്ഞിട്ടാണോ, അതോ പ്രിയങ്കാജിയെ റായ്ബറേലിയിൽ നിന്ന് മത്സരിപ്പിക്കാനാണോ, എന്തോ സോണിയാജി രാജ്യസഭയിലേക്ക് മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. പ്രിയങ്കാജിയുടെ കാര്യം അതിലും കഷ്ടമാണ്. പ്രിയങ്കാജി എപ്പോൾ ഇലക്ഷൻ മത്സരിച്ചാലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നാൽ തന്നെ പുറകെ പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തു കൂടിയിരിക്കുന്ന വേതാളമായ റോബർട്ട് വാഡ്ര അതിന് പാരവയ്ക്കുന്ന അദ്ദേഹമല്ല. BJP അദ്ദേഹത്തിന്റെ പേര് പൊക്കിക്കൊണ്ടുവന്ന് പ്രിയങ്കാജിയെ ചെറുതായിട്ടൊന്ന് തടയിടും. അതാണ് വർഷങ്ങളായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വാരണാസിയിൽ മത്സരിക്കാൻ ചെറിയൊരു ആഗ്രഹം പ്രിയങ്കാജിക്ക് ഉണ്ടായിരുന്നു. പിന്നെ UPയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, നിയമസഭയിലേക്ക് മത്സരിക്കാനും ഇടയ്ക്കൊക്കെ ചിന്ത വന്നിരുന്നു. അങ്ങനെ പലപ്പോഴായി ചിന്ത വന്നപ്പോഴെല്ലാം ഈ റോബർട്ട് വാഡ്രയുടെ പേര് പറഞ്ഞാണ് പ്രിയങ്കാജിക്ക് BJP തടയിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രിയങ്കാജി എപ്പോൾ ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് വേണം എന്ന് താല്പര്യപ്പെട്ടാലും റോബർട്ട് വാഡ്ര കാണിച്ചു കൂട്ടിയ അബദ്ധങ്ങളും ചെയ്ത പരിപാടികളും അത്രയ്ക്ക് വലുതായത് കൊണ്ട് തന്നെ പ്രിയങ്കാജിക്ക് പെട്ടെന്നൊന്നും രാഷ്ട്രീയത്തിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് BJP അനുവദിക്കുമെന്നും തോന്നുന്നില്ല. BJPക്ക് ആവശ്യം രാഹുൽജി തന്നെ മുകളിൽ ഇരിക്കുക എന്നതാണ്. രാഹുൽജി ആകട്ടെ മലയാളികളുടെ ഔദാര്യത്തിലാണ് ലോക്സഭ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ ഔദാര്യമില്ലെങ്കിൽ മിക്കവാറും അദ്ദേഹത്തിന് ലോക്സഭയിൽ എത്തണമെങ്കിൽ സന്ദർശക പാസ് എടുക്കേണ്ടി വരും എന്നാണ് അവസ്ഥ. അപ്പോൾ ആ ഹൈക്കമാൻഡിലേക്കാണ് സതീശൻ ജി കംപ്ലൈന്റുമായിട്ട് പോയിരിക്കുന്നത്. തന്നെ ഇദ്ദേഹം യഥാർത്ഥത്തിൽ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തെയുമല്ല, ആ സന്ദർഭവശാൽ വായിൽ നിന്ന് വന്നു എന്നേ ഉള്ളൂ. എന്തായാലും പത്രസമ്മേളനത്തിന് വന്നിരുന്നു, ഒരു ബൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പത്രക്കാർക്ക് മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ വിളിച്ചു പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് അത്ഭുതം. ഇതിനു മുമ്പ് മൈക്കിനടി നടത്തിയാണ് ഇവർ പ്രസിദ്ധരായത് അല്ലെങ്കിൽ കുപ്രസിദ്ധരായത്. അപ്പോൾ തലകളുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ വാലുകളുടെ അവസ്ഥ എന്താവും എന്ന് നിങ്ങൾക്ക് ഊഹിച്ചു നോക്കാവുന്നേ ഉള്ളൂ. കോൺഗ്രസിന്റെ അവസ്ഥ കഷ്ടത്തിൽ തന്നെയാണ്. അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും. പിന്നെ ഇക്കാര്യത്തിൽ കുശുകുശുക്കുകയും കുലുങ്ങിച്ചിരിക്കുകയും ഈ വാർത്തയ്ക്ക് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ആരാധകനെ മലരെ എന്ന് വിളിച്ച ഒരാളെ തന്നെ MLA ആക്കിയ ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. തീർച്ചയായും പാതിരാത്രി 12 മണിക്ക് ഫോൺ ചെയ്യുന്ന ഒരുത്തനെ പിന്നെ എന്ത് വിളിക്കണം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിലും മാന്യമായിട്ട് ഫോൺ കട്ട് ചെയ്യുകയും ആ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അവനെ വിളിച്ച് അവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും അവന് അന്തസ്സുണ്ടോ എന്ന് ചോദിക്കുകയും അവനെ പച്ച മലയാളത്തിൽ തെറിവിളിക്കുകയും ചെയ്യുന്ന ഒരു MLA നിങ്ങൾക്കുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വോയിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളത്, ഇവർ രണ്ടുപേരും നേതൃത്വത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്ക്
കുലുങ്ങിച്ചിരിക്കാനും കുറച്ചിട്ടൊക്കെ ടൈം പാസ് ചെയ്യാനും വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പ്രതീക്ഷ. മുമ്പ് മൈക്കിനടി, ഇപ്പോൾ മൈക്കിൽ തെറിവിളി. ഇനി അടുത്തത് എന്താവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.